ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് കള്ളപ്പണമല്ല എന്ന് ആവർത്തിച്ച് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോയുടെ സഹായി ഫാദർ ആന്റണി മാടശ്ശേരി. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, കള്ളപ്പണമല്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റെന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ? പിന്നെ എന്ത് പണമാണെന്നാണ് പറയുന്നത്? ഗോപികൃഷ്ണൻ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണമാണ് പിടികൂടിയത് എന്നാണ് ഫാദർ ആന്റണി മാടശ്ശേരി പറയുന്നത്. ഒപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റു ചില വസ്തുത, ഈ വിഷയത്തിൽ ഈ കള്ളപ്പണം പിടികൂടിയതിനെ തുടർന്ന് വിവാദത്തിലായ സഹോദയ കമ്പനി നടത്തുന്നത് ജലന്ധർ രൂപതയല്ല എന്ന് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആംഗലോ ഗ്രേഷ്യസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാദർ ആന്റണി മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വൈദികർ രൂപതയുടെ അനുവാദത്തോടെ നടത്തുന്ന സന്നദ്ധ സംഘടനയാണിത് എന്നും ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ സഹോദയ കമ്പനി നടത്തുന്നത് എന്നുമാണ് ഇപ്പോൾ ജലന്ധർ രൂപത വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വൈദികന്റെ വസതിയിൽ പോലീസ് കടന്നു കയറുകയായിരുന്നു, അതിക്രമിച്ച് കയറുകയായിരുന്നു. അങ്ങനെ പോലീസ് 16 കോടി രൂപ 65 ലക്ഷം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുമാണ് ജലന്ധർ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കുന്നത്. എന്നാൽ പിടികൂടിയിരിക്കുന്ന പണം കള്ളപ്പണമല്ല എന്നാണ് ഫാദർ ആവർത്തിക്കുന്നത്. ഇത് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണമാണ്. മാത്രമല്ല, ബാങ്ക് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുമ്പോഴാണ് പോലീസ് പിടികൂടിയത് എന്നും ഫാദർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇതേ വിഷയത്തിൽ തന്നെ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുള്ളത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുള്ളതാകട്ടെ ഒരു തരത്തിലും വ്യക്തത ഇല്ലാത്തതാണ്. കാരണം 6 കോടി രൂപ ഫാദറിന് കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് വ്യക്തത വരുത്തിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പണം എണ്ണിത്തിട്ടപ്പെടുത്തിയത്. ഇതിനിടയിലാണ് റെയ്ഡ് നടന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ആശയക്കുഴപ്പം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഗോപികൃഷ്ണൻ എടുത്തു പറയേണ്ടത്. കാരണം ഫാദർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് 15 കോടി രൂപ പോലീസ് പിടിച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ 9 കോടി രൂപയുടെ കണക്കുകൾ മാത്രമാണ് പോലീസ് പറയുന്നത്. ബാക്കി പണം പോലീസാണ് അടിച്ചു മാറ്റിയത് എന്ന തരത്തിലുള്ള പരാമർശം ഫാദറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ജലന്ധർ രൂപത ഇപ്പോൾ പറയുന്നത് 16 കോടി രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത്, ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആകട്ടെ വ്യക്തമാക്കുന്നത് 6 കോടി രൂപയോളം ഫാദറിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായും ആശയക്കുഴപ്പം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ മാത്രമായിരിക്കും ഇതിൽ വ്യക്തത വരികയുള്ളൂ. ഗോപികൃഷ്ണൻ. കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.